നമസ്കാരം. SSC MDS എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ റീസണിങ്ങിൻ്റെ ക്ലാസ്സിൽ ഇന്ന് ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്ന ക്ലാസ്സാണ്. അപ്പോൾ ആൽഫബറ്റ് സീരീസ് നമ്മുടെ റീസണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സീരീസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലുണ്ട്. ആൽഫബറ്റ് സീരീസും ഉണ്ട്, നമ്പർ സീരീസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ ക്ലാസ്സുകൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ സീരീസ്, അനലോഗി ഇങ്ങനെയുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, കോഡിങ്, ഡീകോഡിങ് ഇതിങ്ങനെയുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആൽഫബറ്റുകൾ, അതായത് A മുതൽ Z വരെയുള്ള ആൽഫബറ്റുകൾ ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ എഴുതുമ്പം A മുതൽ M വരെ ഒരു റോയിൽ എഴുതിയിട്ട് ദെൻ N to Z അതിൻ്റെ താഴെയായിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പൊസിഷൻ നമ്പർ കൊടുക്കും. 1 to 26 വരെയുള്ള പൊസിഷൻ നമ്പർ കൊടുക്കും. ഇങ്ങനെ എഴുതുന്നത് എന്തിനാണെന്നൊക്കെ ഉള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഓരോ അക്ഷരത്തിനും, ഓരോ ആൽഫബറ്റിനും കറസ്പോണ്ടിങ് ഒരു ഓപ്പോസിറ്റ് ആൽഫബറ്റ് ഉണ്ട്. അപ്പോൾ ആ ആളിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു രീതിയിൽ എഴുതുന്നത്. ഇപ്പോൾ പെട്ടെന്ന് എഫിൻ്റെ ഓപ്പോസിറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയാം, U ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ആൽഫബറ്റുകളെ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇങ്ങനെ 26 പേരെയും ഇങ്ങനെ എഴുതിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ദിശ അക്കാഡമി, ദിശ ആപ്പ് വഴി നമ്മുടെ MDSന് ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിശ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എന്നിട്ട് നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുക. അവിടെ ഈ ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പം SSCയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ലഭിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ ക്ലാസ്സുകൾ ലൈവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ലൈവായിട്ട് അത് കേൾക്കാൻ പറ്റാത്തവർക്ക് അതേ ക്ലാസ്സുകൾ തന്നെ റെക്കോർഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തിരുന്ന് ക്ലാസ്സുകൾ കേൾക്കാം. അതേപോലെ നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ടും നോട്ടുകളും എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് ഇന്നത്തെ ആൽഫബറ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, MDSൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കി, ഇവിടെ ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ 3 പേര് വെച്ചിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അടുത്ത ആൾ ആര് വരുമെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ്, അവിടെ അവർക്ക് തമ്മിൽ എന്താണ് ഒരു കോമൺ പാറ്റേൺ കാണും. ഒരു പാറ്റേണിലായിരിക്കും ഇങ്ങനെ അടുത്തടുത്ത ആൾക്കാർ വരും. അപ്പോൾ ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആളിനെ കണ്ടുപിടിക്കുക. അതിപ്പോൾ ആൽഫബറ്റ് ആയാലും നമ്പർ ആയാലും രീതി ഒന്ന് തന്നെയാണ്. എന്താണ് ആ ഒരു ബന്ധം, എന്താണ് ആ ഒരു പാറ്റേൺ എന്ന് കണ്ടുപിടിക്കുക. അതേപോലെ അടുത്ത ആൾ ആര് വരുമെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മൾ A to Z വരെ എഴുതുക. എന്നിട്ട് നോക്കുക ഇവിടെ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ, ഇവിടെ സിയിൽ നിന്ന് എന്നിലേക്ക് എങ്ങനെ പോയി, എന്നിൽ നിന്ന് ടിയിലേക്ക് എങ്ങനെ പോയി, അങ്ങനല്ല നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഓരോ ടേമിൻ്റെയും, ഈ സീരീസിലെ ഓരോ ടേമിൻ്റെയും ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കുക. ആരൊക്കെയാണ്? C, F, I, L, അടുത്ത എന്ത് വരും, ഇങ്ങനെയാണ് നോക്കേണ്ടത്. ക്ലിയർ ആയ? അടുത്തത്, അതായത് നമ്മുടെ അടുത്ത വരേണ്ട 3 ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ ആൾ ആര് വരും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കേണ്ടത് ഈ C, F ഇവരുടെ ഒരു ഓർഡറാണ്. അതായത് C to F എങ്ങനെ പോയി, F to I എങ്ങനെ പോയി, I to L ഇവരെങ്ങനെ പോയെന്നാണ്, എന്ത് പാറ്റേണിലാണ് പോയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയി? അപ്പോൾ C to F നോക്കിയാൽ C 3 ആണ്, F 6 ആണ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ പൊസിഷൻ വാല്യൂ പെട്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മളിത് എഴുതുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1, 2, 3 കൂടിയല്ല. അല്ലെങ്കിൽ നമ്പർ നോക്കിയാലും മതി. ഇവിടെ 3, ഇവിടെ 6. ഇപ്പോൾ എത്രയാണ് കൂടുന്നത്? 3 അല്ലേ? അതായത് +3. വീണ്ടും F to I നോക്കിയാൽ F 6, I 9. അവിടെ എന്താണ്? +3 അല്ലേ? വീണ്ടും I to L എടുത്താൽ I 9, L 12. അപ്പോൾ എന്താണ്? +3 അല്ലേ? അപ്പോൾ അടുത്തത് എന്താണ് വരേണ്ടത്? അടുത്ത ഓട്ടോമാറ്റിക്കലി +3 ആണ് വരേണ്ടത്. അതായത് L 12, 3, 15 ആരാണ്? O ആണ്. നമുക്ക് വേണ്ട ആൻസറിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? O ആണ്. ക്ലിയർ ആയ? O ആണ്. ഇനി സെക്കൻഡ് ലെറ്ററിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ എല്ലാത്തിൻ്റെയും സെക്കൻഡ് ലെറ്റേഴ്സ് എടുക്കണം. അതായത് N, Q, T, W, നെക്സ്റ്റ് എന്ത് വരും? ക്ലിയർ ആയ? ഇപ്പോൾ N to Q എടുത്താൽ N 14, Q 17. അപ്പോൾ 3 കൂടിയാണ് പോയത്, 3 കൂടിയാണ്. Q to T എടുത്താലോ Q 17, T 20. അവിടെ 3 കൂടിയല്ലേ? T to W എടുത്താലോ 20, 23. അപ്പോൾ എന്തായാലും അടുത്ത് 3 കൂടുന്നതായിരിക്കും W +3. W 23, 3, 26 എന്ത് വരും? Z വരും. അതായത് രണ്ടാമത്തെ അക്ഷരം എന്താണ്? Z ആണ്. ഇനി മൂന്നാമത്തെ ആളിനെ കിട്ടണമെങ്കിൽ ആരൊക്കെയാണ്? T, U, V, W. അത് ആൽഫബറ്റ് അടുത്തടുത്തുള്ള ആൾക്കാർ തന്നെയല്ലേ? നോക്കിയാണ് T, U, V, W. അപ്പോൾ അടുത്ത ആരായിരിക്കും? ഒന്ന് കൂടിയാണ് പോകുന്നത്, X അല്ലേ? അതായത് ലാസ്റ്റ് വരേണ്ടത് X ആണ്. കഴിഞ്ഞു. ഓപ്ഷൻ D ആണ് ആൻസർ. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ ലെറ്റർ O എന്ന് കിട്ടിയില്ലേ? നിങ്ങൾക്ക് ആദ്യത്തെ ലെറ്റർ O എന്ന് കിട്ടുമ്പോൾ തന്നെ ഓപ്ഷൻ നോക്കുക. ഇവിടെ O സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ആൻസറായിട്ട് എടുത്ത് പോവാം. ഇവിടെ O സ്റ്റാർട്ട് ചെയ്യുന്ന
രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് വേണം, അടുത്ത ലെറ്ററോട് നോക്കേണ്ടി വരും. ക്ലിയറാ? ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ എല്ലാ ലെറ്ററും ചെയ്ത് കാണിച്ചത്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന രീതി മനസ്സിലായിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവിടെ ആദ്യത്തെ ലെറ്റേഴ്സ് എടുക്കുവാണെങ്കിൽ QNKH. ഓക്കെ, QNKH. അടുത്ത ലെറ്റർ എന്ത് വരും? നിങ്ങളിങ്ങനെ എക്സാമിന് ഇങ്ങനെ എഴുതുകയൊന്നും വേണ്ട. ഈ Q ഇങ്ങനെ തന്നെ, ഈ QN എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇവിടെ നോക്കാം. ഇപ്പോൾ Q17, N14. എന്താണ് സംഭവം? -3 ആണ്. ഇവിടെ 3 കുറയല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ കുറയുന്നതും കൂടുന്നതും മാറിപ്പോകരുത്. ഇവിടെ ഇങ്ങനെയാണ് കൂടുന്നത്, ഇവിടെ ഇങ്ങോട്ടാണ് കൂടുന്നത്, ഇവിടെ ഇങ്ങനെയാണ് കൂടുന്നത്. അപ്പോൾ ആ നമ്പർ നോക്കിയാൽ മതി. ഇപ്പോൾ കൂടുന്ന കുറഞ്ഞ ഡൗട്ട് വരത്തില്ല. പൊസിഷൻ വാല്യൂ നോക്കിയാൽ മതി. ഇപ്പോൾ 17, 14 ഇപ്പോൾ എന്തായാലും കുറയുമല്ലേ, -3. N-K, N14, K11. അവിടെ എന്താണ്? കുറയുമല്ലേ, 3 കുറയാണ്. K-H, K11, H8. അവിടെ എന്താണ്? 3 കുറയാണ്. അപ്പോൾ അടുത്ത എന്ത് വേണം? 3 കുറയണം. 8 ൽ 3 കുറഞ്ഞാൽ 5 ആണ്, E വരും. അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് E ആണ്. അപ്പോൾ ഓപ്ഷൻ നോക്കി, ഒരേ ഒരു ഓപ്ഷനല്ല ഉള്ള E സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അടുത്ത 2 പേരെ കണ്ടുപിടിക്കണമെന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാലും അതേ ആൻസർ തന്നെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. D. അടുത്ത രണ്ടാമത്തെ ലെറ്റേഴ്സാണ് DEFG. ആൽഫബറ്റ് ഓർഡർ തന്നെ അല്ലേ. ഇപ്പോൾ എന്തായാലും DEFG H അല്ലേ. ഇനി STUV. അടുത്ത എന്തായാലും W ആയിരിക്കുമല്ലോ. ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. EHW. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ലെറ്റർ കിട്ടുമ്പോൾ തന്നെ അവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. ഈ ഓപ്ഷനേ ഉള്ളൂ. ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിലേതാണെന്നുള്ളത് നോക്കേണ്ടി വരും. പക്ഷേ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നോക്കാം. SVYB. ഓക്കെ, SVYB നോക്കാം എങ്ങനെയാണ് അവർ പോകുന്നത് നോക്കാം. ഇപ്പോൾ നോക്കി, S19, V22 +3 അല്ലേ. V to Y, V22, Y25. അവിടെയും +3 അല്ലേ. Y to B. ഇപ്പോൾ Y to B എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. Y25, B വീണ്ടും 2 ആണ്. അപ്പോൾ ഇത് കുറവാണെന്ന് വിചാരിക്കില്ല, കാരണം കുറവാണ്, ഇത്രയും കുറഞ്ഞാണ് പോകുന്നത്. ഇതും കൂടി തന്നെയാണ്. എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ കൗണ്ട് ചെയ്തെടുത്താൽ മതി. ഈ Z എന്നുള്ളത് 1 എന്ന് കൗണ്ട് ചെയ്യാമല്ലോ, 1. അടുത്ത് നിങ്ങൾ 2 എന്ന് കൗണ്ട് ചെയ്യേണ്ടത് ആരെയാണ്? ഈ A ആണ്. ക്ലിയർ? അതായത് Z കഴിഞ്ഞാൽ ഇങ്ങനെ വേണം പോകാൻ. വീണ്ടും Aയിലേക്ക് പോകും. മനസ്സിലായോ? Z കഴിഞ്ഞാൽ വീണ്ടും Aയിലേക്ക് പോകും. അതായത് ഇപ്പോൾ Y കഴിഞ്ഞിട്ടല്ലേ, Y കഴിഞ്ഞിട്ട് Z 1, 2, 3. അതായത് അവിടെ എന്ത് തന്നെയാണ് സംഭവം, അവിടെയും 3 കൂടുന്നതിനാണ്. അവിടെ ഡൗട്ട് വരരുത്. നമ്മൾ Z കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, A എന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുത്തതും +3 അല്ലേ. അപ്പോൾ Bയുടെ വാല്യൂ 2 ആണ്. 2 + 3 5 അല്ലേ. അപ്പോൾ ആരാണ്? E ആണ്. ഇപ്പോൾ ആൻസറിൻ്റെ ആദ്യത്തെ ലെറ്റർ E ആണ്. ഇവിടെയും നമുക്ക് ഓപ്ഷൻ വളരെ എളുപ്പമാണ്. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ടിക്ക് ചെയ്യുക. അടുത്ത 2 പേരെ കണ്ടുപിടിക്കണമെന്നില്ല. വളരെ എളുപ്പം എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ? അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അടുത്ത 2 ലെറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ടൈം അവിടെ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ DHLP. ഇപ്പോൾ അടുത്ത എന്ത് വരും? D to H. D4, H8 +4 ആണ്. H to L, H8, L12. അവിടെയും +4 ആണ്. L to P എടുത്താൽ 12, P16. അവിടെയും ഇപ്പോൾ അടുത്ത എന്തായിരിക്കും? +4 ആയിരിക്കും. P16, 4, 20. ആരാണ്? T. ഓക്കെ, ആദ്യത്തെ ലെറ്റർ T. ഇവിടെയും ഓപ്ഷൻ വളരെ എളുപ്പം, ഒരേ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ബാക്കി 2 പേരെ കണ്ടുപിടിക്കണമെന്ന് പോലും ഇല്ല. വളരെ എളുപ്പം എന്ത് ചെയ്യാം, അവിടെ ഓപ്ഷൻ ടിക്ക് ചെയ്യുക എന്നുള്ളതേ. അല്ലാതെ അടുത്ത 2 പേരെ കണ്ടുപിടിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണത്? T സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ T സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത ലെറ്ററോടെ കണ്ടുപിടിക്കുക. ക്ലിയർ ആയ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. JGDA. ഇപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് നോക്കാം. J to G. J10, G7. അപ്പോൾ -3 ആണല്ലോ. G to D. G7, D4. അവിടെ -3 ആണല്ലോ. D to A. D4, A1. അവിടെ -3 ആണ്. ഇപ്പോൾ എന്തായാലും -3 ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിത് -3 എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ പറഞ്ഞു കൂടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ കുറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഇങ്ങോട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ 1 ൽ നിന്ന് -3, അങ്ങനെ -2 എന്ന് വരും. അങ്ങനെ എടുക്കണ്ട. ഈ കേസിൽ എന്ത് ചെയ്താൽ മതി, കൗണ്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 3 കുറയുമല്ലേ. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പം A എണ്ണണ്ട, അത് കഴിഞ്ഞുള്ള 1, 2, 3. അതായത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്ന ആരാണ്? X ആണ്. ഇവിടെയും ഒന്നും നോക്കാനില്ല, ഓപ്ഷൻ എ ആണ്. നിങ്ങൾ വേണമെങ്കിൽ അടുത്ത ലെറ്ററോടെ ഒന്ന് കാണിക്കാനാണ്. PNLJ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ആദ്യത്തെ ലെറ്റർ കണ്ടുപിടിച്ചത് നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം. P to N. 16, 14 -2. ഓക്കെ, -2 വരും. N to L എടുക്കുക. N 14, L 14, -2 വരും. L to J എടുത്താൽ അവിടെ -2 വരും. അടുത്ത -2. 10 ൽ 2 കുറച്ച് 8, H വരും. നമ്മളെടുത്ത ആൻസറിനകത്ത് H അല്ല രണ്ടാമത്. അപ്പോൾ അത് നോക്കി കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും കറക്റ്റ് ആയിരിക്കും. നമ്മൾ ആദ്യം ചെയ്യുന്ന കറക്റ്റ് ആണെങ്കിൽ എന്തായാലും ആൻസർ കറക്റ്റ് ആയിരിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ ലെറ്റർ കിട്ടാൻ DCB, ഇത് എഴുതി നോക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം എന്താണ് ആൽഫബറ്റ് ഓർഡർ അല്ലേ, കുറഞ്ഞു പോലെ ആൽഫബറ്റ് ഓർഡർ കുറഞ്ഞാണ് DCBA. അപ്പോൾ അടുത്ത ആരായിരിക്കും? ഒന്ന് പുറമോട്ടാണ്. അപ്പോൾ ഒന്ന് പുറമോട്ട് പോകുമ്പോൾ എവിടെ പോകും? ഇസഡിലേക്ക് പോകും. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ ലെറ്റർ എന്താണ്? ഇസഡ് ആണ്. ഇവിടെയും ഓപ്ഷൻ വളരെ എളുപ്പം. സെക്കൻഡുകൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. SPMJ. ഓക്കെ, SPMJ. നെക്സ്റ്റ് ലെറ്റർ നോക്കണം. S to P 19, 16 -3 ആണല്ലോ. P to M, P16, M13 -3 ആണ്. M to J -3 ആണ്. ഓക്കെ, അടുത്ത -3. J 10, 10 -3 7 G. ഓക്കെ, ഇവിടെ ആദ്യത്തെ ലെറ്റർ G ആണ്, പക്ഷേ G സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. G സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത ലെറ്റർ ഡിഫറെൻ്റ് അല്ലേ, ഇവിടെ T യും ഇവിടെ S ഉം ആണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ എന്താവും? ആൻസർ ആവും. അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ KMOQ. ഓക്കെ, KMOQ അതെന്താണ്? അവിടുത്തെ പാറ്റേൺ നോക്കുക. K11 M13 +2 ആണല്ലോ. M13 O15 +2 ആണ്. O to Q എടുത്താൽ 2 ആണ്, +2 ആണ്. അപ്പോൾ അടുത്ത +2 17 2 19 S. രണ്ടാമത് വരേണ്ടത് S. ഓപ്ഷൻ നോക്കുക, ആൻസറായി. അപ്പോൾ മൂന്നാമത്തെ ലെറ്റർ അവിടെ എന്താണ്? കണ്ടുപിടിക്കാനുള്ള ടൈം സേവ് ആയി. ക്ലിയർ ആയോ? ഇങ്ങനെ ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ എടുക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. QRTW ഇടയ്ക്കുള്ള ആളാണ് മിസ്സിങ്, ലാസ്റ്റ് ആളിൽ തന്നിട്ടുണ്ട് F. അപ്പോൾ ഇവിടെ ഇടയ്ക്കുള്ള ഇവിടെ വരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പാറ്റേൺ കിട്ടും. ഓക്കെ, Q to R നോക്കാം. 17 18 +1 ആണല്ലോ. R to T എടുക്കുമ്പോൾ 18 20 അവിടെ എന്താണ്? +2 ആണ്. ഇപ്പോൾ കാര്യം എന്താണ്? ഇവിടെ എല്ലാം ഒരേപോലെ ആവണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. ഇങ്ങനെ 1 2 അപ്പോൾ അടുത്തൊരു എടുക്കുമ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലാവും. T 20 W 23 +3 അല്ലേ. അപ്പോൾ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അടുത്ത എന്തായിരിക്കും വരേണ്ടത്? +4 ആയിരിക്കും. W 23 23 +4 27 വരും. 27 എന്ന് പറഞ്ഞാൽ ആരാണ്? A ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുക. 1 2 3 4. അപ്പോൾ എന്തായാലും A ആണ് വരേണ്ടത്. ഓക്കെ, ഇനി ഒന്ന് കൺഫേം ചെയ്യാൻ വേണമെങ്കിൽ നോക്കാം. ഇവിടെ +5 ചെയ്താൽ F വരുമോ നോക്കി. 1 5 6 F അല്ലേ. അതായത് നമ്മുടെ ആൻസറിൻ്റെ ആദ്യത്തെ ലെറ്റർ A ആണ്. A വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, അടുത്ത ആളിനോട് കണ്ടുപിടിച്ചേ പറ്റൂ. ആകെ 2 പേരെയുള്ള അടുത്ത ആളിനോട് കണ്ടുപിടിച്ചേ പറ്റൂ. NPSW. ഓക്കെ, NPSW നോക്കുക. അടുത്ത ആര് വരും നോക്കുക. N to P 14 16 +2. P to S, P 16 S 19. അവിടെ എന്താണ്? 2 3 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. S to W 19 23 +4. അപ്പോൾ അടുത്ത +5. ഇപ്പോൾ W +5 1 2 3 4 5 ആരാണ്? B ആണ് വരേണ്ടത്. അപ്പോൾ AB എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഈ രീതിയിലാണ് നമ്മൾ ആൽഫബറ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇപ്പോൾ എപ്പോഴും ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകണമെന്നില്ല, ഇങ്ങനെയും വരാനുള്ള കേസുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആൽഫബറ്റ് സീരീസ് എന്ന ഭാഗത്തു നിന്നുള്ള ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സീരീസ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആൽഫബറ്റ് സീരീസ് ചെയ്യുമ്പം അത് സീരീസ് മാത്രമല്ല, അനലോഗിയും കോഡിങ്ങും ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ പൊസിഷൻ വാല്യൂ എഴുതിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കൂടി വരാം, കുറഞ്ഞു വരാം. ഇനി ഒരേ നമ്പർ തന്നെ വരണമെന്നില്ല, ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് വരാം. ഇനി ഇത് തന്നെ ആവണമെന്നില്ല, ഇതിൻ്റെ ഡബിൾ, അതായത് 1 2 4 8 അങ്ങനെ പോവാം. ആ നമ്പേഴ്സ് ഒരു സീരീസ് ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.